എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദിൻ്റെ ലാൻഡ്മാർക്കായ ചാർമിനാറിൻ്റെ അടുത്തുള്ളത്. ഒരുപാട് ചരിത്രവും സംസ്കാരമൊക്കെ ഈ മന്ദിരത്തിനെ കുറിച്ച് പറയാനുണ്ട്. അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാം. ഹൈദരാബാദിലെ ഒരുപാട് ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് ചാർമിനാറിലേക്ക് പോകേണ്ടത്. വിദേശ രാജ്യങ്ങളെ കടപിടിക്കുന്ന രീതിയിലാണ് ഹൈദരാബാദിലെ സിറ്റികൾ. പക്ഷേ ഹൈദരാബാദിന് ഇങ്ങനൊരു മുഖം കൂടിയുണ്ട്. ഇത് രാജാക്കന്മാർ ഭരിക്കുന്ന കാലഘട്ടത്തിലുള്ള നഗരപ്രദേശങ്ങളാണ്. ഒരുപാട് പഴക്കമുണ്ട് ഈ സ്ഥലത്തിന്. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ നല്ല പഴക്കമുണ്ട്. ഇവിടുത്തെ റോഡും പരിസരമൊക്കെ വൃത്തിയില്ല. എപ്പോഴും നല്ല തിരക്കുള്ള സ്ഥലം കൂടിയാണിത്. ഇതൊരു ജംഗ്ഷനാണ്. ഇവിടെ ട്രാഫിക് നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളൊന്നുമില്ല. ഇത് ചെറിയൊരു ഡ്രൈവിംഗ് സ്കൂളാണെന്ന് തോന്നുന്നു. റോഡ് സൈഡ് ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്നുണ്ട്. ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ചാർമിനാറിൻ്റെ അടുത്തെത്തി. ചാർമിനാറിൻ്റെ അടുത്തുള്ള റോഡും കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഞാനിവിടെ വന്നത് റാപ്പിഡോ ബുക്ക് ചെയ്തിട്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് എത്താൻ പറ്റി. അല്ലെങ്കിൽ ഒരുപാട് ട്രാഫിക്കൊക്കെ ആയതുകൊണ്ട് ഇവിടെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി ചാർമിനാറിൻ്റെ അടുത്തേക്ക് നടക്കാം. ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഏതാണ്ട് 500 വർഷത്തെ പഴക്കമുണ്ടാകും. ഇപ്പോഴും അതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. റോഡ് സൈഡിൽ ഒരുപാട് കച്ചവടക്കാരുണ്ട്. അവരൊക്കെ നമ്മളെ എപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കും. ഈ ചാർമിനാർ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ചരിത്ര സ്മാരകമാണ്. ലോകപ്രശസ്തമായ ചരിത്ര സ്മാരകമാണെങ്കിൽ പോലും ഇതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊന്നും അത്ര വൃത്തിയിലല്ല പരിപാലിക്കുന്നത്. റോഡുകളൊന്നും അത്ര നല്ല റോഡുകളല്ല. ഹൈദരാബാദിലെ മറ്റ് സ്ഥലങ്ങളും റോഡുകളും സിറ്റികളൊക്കെ നല്ല അടിപൊളിയാണ്. പക്ഷേ ഇവിടെ അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ പഴയകാല നഗരത്തിൻ്റെ ഒരു വൈബ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ നടന്ന് ഈ ചാർമിനാറിൻ്റെ അടുത്തെത്തി. ചാർമിനാറിൻ്റെ അടുത്ത് ഒരുപാട് കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പകലായാലും രാത്രിയായാലും ഏത് സമയത്തായാലും ഭയങ്കര തിരക്കുള്ളൊരു മാർക്കറ്റാണിത്. ചാർമിനാർ പോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രശസ്തമായ ഒന്നാണ് ഇവിടുത്തെ വള മാർക്കറ്റ്. ഇവിടുത്തെ ഏതാണ്ട് എല്ലാ സാധനങ്ങളും കുറഞ്ഞ വിലയിൽ കിട്ടും. അത് ഈ മാർക്കറ്റിലെ മറ്റൊരു പ്രത്യേകതയാണ്. ഞാൻ ആദ്യം തന്നെ ചാർമിനാറിൻ്റെ മുകളിലേക്ക് കയറുന്നില്ല. ഇവിടുത്തെ മാർക്കറ്റും ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് നടന്നു കാണണം. ഈ കാണുന്ന കൊട്ടാരം പോലുള്ള കെട്ടിടം ഇവിടുത്തെ ഹോസ്പിറ്റലാണ്. വള മാർക്കറ്റിലൂടെ കുറച്ചുകൂടി നടന്നാൽ ചാർമിനാർ വ്യക്തമായി കാണാൻ പറ്റും. ചാർമിനാറിൻ്റെ 4 ഭാഗത്തും ഇതുപോലെ മാർക്കറ്റാണ്. എവിടെ നിന്ന് നോക്കിയാലും ചാർമിനാറിനെ ഒരുപോലെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചാർമിനാറിനെ കുറിച്ച് പറയാനുണ്ട്. മുഹമ്മദ് കുലി കുത്തബ് ഷാ അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം ഗോൽക്കൊണ്ടയിൽ നിന്നും ഹൈദരാബാദിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ഈ ചാർമിനാർ ഇവിടെ നിർമ്മിച്ചത്. രാജാക്കന്മാരൊക്കെ ഇതിൻ്റെ മുകളിൽ രാജസദസ്സൊക്കെ കൂടാറുണ്ട്. ഹിന്ദിയിൽ ചാർ എന്ന് പറഞ്ഞാൽ 4 മിനാരങ്ങൾ എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഇതിനെ ചാർമിനാർ എന്ന് വിളിക്കുന്നത്. ചാർമിനാറിൻ്റെ ഒരു മിനാരത്തിൻ്റെ നീളം 56 മീറ്ററാണ്. ഒരു വശത്തിൻ്റെ വീതി 20 മീറ്ററാണ്. കുത്തബ്ഷാഹി രാജവംശത്തിലെ 5ാമത്തെ രാജാവായിരുന്ന മുഹമ്മദ് കുലി കുത്തബ് ഷാ 1591 ചാർമിനാർ നിർമ്മിച്ചത്. ഇത് നിർമ്മിക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ച് പല കഥകളുമുണ്ട്. അതിൽ വളരെ പ്രചാരത്തിലുള്ളത് തൻ്റെ രാജ്യത്ത് കോളറ പടർന്നു പിടിക്കുകയും അത് മാറാൻ വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും പിന്നീട് കോളറ തുടച്ചു നീക്കപ്പെട്ടപ്പോൾ ദൈവത്തോടുള്ള ഉപകാരസ്മരണയായി ഇവിടെ ചാർമിനാർ നിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ റാണിയെ ഇവിടെ നിന്നാണ് കണ്ടുമുട്ടിയതെന്നും അതിൻ്റെ ഓർമ്മക്കായി നിർമ്മിച്ചതാണെന്നും ഒരു കഥയുണ്ട്. ചാർമിനാറിൽ 4 ഭാഗത്തും ക്ലോക്ക് കാണാൻ പറ്റും. ഈ ക്ലോക്ക് 1889 6ാമത്തെ നിസാമായിരുന്ന മെഹബൂബ് അലി ഖാൻ ഇംഗ്ലണ്ടിൽ നിന്നും വരുത്തിച്ചതാണ്. അന്ന് ചാർമിനാറിൻ്റെ ഒരു ഭാഗത്ത് മാത്രം വെക്കാൻ കൊണ്ടുവന്നതാണെങ്കിലും അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടാതിരിക്കാൻ 4 ഭാഗത്തും ക്ലോക്ക് സ്ഥാപിച്ചു.
അന്ന് ആ ക്ലോക്ക് ഉണ്ടാക്കിയവരുടെ മൂന്നാമത്തെ തലമുറയാണ് ഇന്നും ഈ ക്ലോക്ക് റിപ്പയർ ചെയ്യുന്നത്. ചാർമിനാറിനെ കുറിച്ച് ഒരു നിഗൂഢത കൂടി പ്രചരിക്കുന്നുണ്ട്. ഗോൽക്കൊണ്ടയിൽ നിന്നും ചാർമിനാറിലേക്ക് ഒരു രഹസ്യ തുരങ്കപാത നിലനിൽക്കുന്നുണ്ടെന്നാണ് ചിലർ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു രഹസ്യ തുരങ്കപാതയെക്കുറിച്ച് ഇന്നേ വരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല. എല്ലായിടത്തും ചരിത്ര സ്മാരകങ്ങളെക്കുറിച്ച് ഇതുപോലുള്ള നുണക്കഥകൾ പ്രചരിക്കാറുണ്ട്. ചാർമിനാറിനെ കുറിച്ചുള്ള നുണക്കഥ തന്നെയായിരിക്കാം ഇതും. 1824 ഇതിൻ്റെ മിനാരങ്ങളിലൊന്ന് ഇടിമിന്നലേറ്റ് തകർന്നിട്ടുണ്ട്. ലൈം സ്റ്റോൺ, മാർബിൾ, ഗ്രാനൈറ്റ് അങ്ങനെ ആയിരക്കണക്കിന് ടൺ നിർമ്മാണ സാധനങ്ങൾ ചാർമിനാറിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് മെക്ക മസ്ജിദ്. ചാർമിനാർ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകമാണ് മെക്ക മസ്ജിദ്. അവിടേക്ക് ഞാൻ പോകുന്നുണ്ട്, അതിൻ്റെ പ്രത്യേക വ്ളോഗ് ചെയ്യുന്നുണ്ട്. ചാർമിനാറിൽ നിന്നും ഏതാണ്ട് 200 മീറ്ററിനുള്ളിലാണ് ഈ മെക്ക മസ്ജിദ് ഉള്ളത്. പിന്നെ ഇവിടുത്തെ തെരുവുകളും ലോകപ്രശസ്തമാണ്. ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഫുഡൊക്കെ കിട്ടുന്നത് ഇവിടെയാണ്. ഹൈദരാബാദ് ബിരിയാണി, ഹൈദരാബാദ് ചായ, ഇറാനി ചായ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ഇവിടെ കിട്ടും. ചാർമിനാറിൻ്റെ തൊട്ടടുത്ത് ഒരു മഹാലക്ഷ്മി ക്ഷേത്രമുണ്ട്. അതിവിടുത്തെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകം കൂടിയാണിത്. മാത്രമല്ല ഇതിൻ്റെ അടുത്ത് ഇങ്ങനൊരു ക്ഷേത്രം വന്നതും ഒരു അത്ഭുതമാണ്. ഞാനിപ്പോൾ ചാർമിനാറിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാഗും മറ്റ് സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് ഈ ക്ലോക്ക് റൂമിലാണ്. ഇതാണ് ഇവിടുത്തെ ക്ലോക്ക് റൂം. നമുക്ക് ചാർമിനാറിൻ്റെ മുകളിലേക്ക് കയറാം. നമ്മുടെ ഇന്ത്യക്കാർക്ക് ടിക്കറ്റിൻ്റെ വില 25 രൂപയാണ്. ചാർമിനാറിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം നടന്നു പോകാനുള്ള പടികളാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. മുകളിലെത്താൻ കുറച്ച് സമയമെടുക്കും. ചില ഭാഗങ്ങൾ തകർന്നിട്ടുണ്ട്. അത് കണ്ടാൽ മനസ്സിലാകും ഇഷ്ടികയും ലൈം സ്റ്റോണൊക്കെ കൊണ്ടാണ് ചാർമിനാർ ഉണ്ടാക്കിയത്. ഞാനിപ്പോൾ പടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ചാർമിനാറിൻ്റെ മുകളിലെത്തി. ഞാനിപ്പോൾ ഉള്ളത് ചാർമിനാറിൻ്റെ മുകളിലുള്ളത്. ഇതാണ് ഇവിടുന്ന് കാണാൻ പറ്റുന്ന വ്യൂ. പിന്നെ ഇതിൻ്റെ മുകളിൽ കയറിയാൽ ഒരു ഡ്രോൺ വ്യൂ പോലെയാണ് ഇവിടുത്തെ മാർക്കറ്റൊക്കെ കാണാൻ പറ്റുന്നത്. അതൊരു നല്ല കാഴ്ചയാണ്.
ഇത് കണ്ടാൽ മനസ്സിലാകും ചാർമിനാറിൻ്റെ ഒരു മുറി അടച്ച നിലയിലാണ്. ഒരുപക്ഷെ ചാർമിനാറിനെ സംബന്ധിക്കുന്ന രഹസ്യമോ അല്ലെങ്കിൽ സുരക്ഷാ ഭീഷണി കൊണ്ടായിരിക്കാം ഇത് അടച്ചിട്ടുള്ളത്. എന്തായാലും ചാർമിനാർ ഒരു അത്ഭുതമാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട ചരിത്ര സ്മാരകം കൂടിയാണിത്. ഗൈസ്, ഇത്രയൊക്കെയാണ് ചാർമിനാറിൻ്റെ കാഴ്ചകൾ. അടുത്ത വീഡിയോ കാണാം. അതിലേക്കും ബൈ.